Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയായി തീ പോലും കത്തിക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്ലങ്ങ കച്ചിൻ്റെ റെസിപ്പിയുമായാണ്. കപ്ലങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഓമയ്ക്കാണ്, പപ്പായ. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റാണ് നമ്മുടെ ഈ കച്ചിന് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസുള്ള പപ്പായ എടുത്തിട്ടുണ്ട്. ഈ പപ്പായയുടെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ്സൊക്കെ മതി. വെള്ളം കൂടണ്ട. നമുക്കിത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നമ്മുടെ കൈ വെച്ചത് നന്നായി ഒന്ന് ഞെരടി അതിലത്തെ നീരൊക്കെ ഒന്ന് എടുക്കുക. നന്നായി ഞെരടിയിട്ട് അവസാനം നമുക്കിതിലത്തെ ചണ്ടിയൊക്കെ ഒന്ന് മാറ്റാം. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് നമ്മുടെ പുളിവെള്ളം കിട്ടുന്നത്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. പപ്പായ വെച്ച് ഒരു ഓലൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി നോക്കിയേക്കാം. ഇതപ്പോൾ പപ്പായൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോഴുള്ള സിമ്പിളും ഈസിയുമായ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ പ്ലീസ്. ഇനി നമ്മുടെ ഈ പുളിവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റിനായിട്ട് പഞ്ചസാര ചേർക്കാം. ഞാൻ ആദ്യം ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ഒന്ന് കുറവ് തോന്നി പഞ്ചസാര. അപ്പോൾ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ചിലർക്ക് മധുരം വേണ്ടി വരില്ല. പുളിക്കനുസരിച്ചും അളവൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഓമക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ണൂറുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ കപ്ലങ്ങ കച്ച്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനും ആദ്യം വിചാരിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട റെസിപ്പിയാണ്. പപ്പായ എന്ന് പറയുന്നത് നല്ലൊരു പോഷകഗുണമുള്ള ഒരു ഫലമാണ്. അപ്പോൾ തോരനും കറിയൊന്നും വെച്ച് കൂട്ടാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും കഴിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ കപ്ലങ്ങ കച്ച ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.